ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 2-ലെ നിയോ ക്ലാസിക്കൽ പോയട്രി അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ഏജിനെ കുറിച്ചാണ് പറയുന്നത്. നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് പറയുന്നത് 1660 തൊട്ട് 1798 വരെയുള്ള കാലഘട്ടമാണ്. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിയോ ക്ലാസിക്കൽ ഏജ് റിനസൻസിന് ശേഷം നിയോ ക്ലാസിക്കൽ ഏജ് ഫോളോഡ് ദ റിനസൻസ് ആൻഡ് ദി ഇംഗ്ലീഷ് സിവിൽ വാർ. അതായത് ചാൾസ് ടൂവിൻ്റെ റെസ്റ്റോറേഷൻ 1660 അവിടെ തൊട്ടാണ് നിയോ ക്ലാസിക്കൽ ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1798 ആയപ്പോൾ തീർന്നു. 1798 പ്രത്യേകത എന്താണ്? നമ്മുടെ വേർഡ്സ്വർത്തും കോൾറിഡ്ജും കൂടി ലിറിക്കൽ ബാലഡ്സിൻ്റെ പബ്ലിക്കേഷൻ നടത്തി. ഓക്കെ, അങ്ങനെ അവിടെ തൊട്ട് റൊമാൻറ്റിക് ഇറയാണ്, റൊമാൻറ്റിക് ഏജാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിയോ ക്ലാസിക്കൽ കഴിഞ്ഞാൽ ഉടനെ റൊമാൻറ്റിക് ഏജാണ് വരുന്നത്. ഇപ്പോൾ റൊമാൻറ്റിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വേർഡ്സ്വർത്തും കോൾറിഡ്ജും കൂടി ലിറിക്കൽ ബാലഡ്സ് 1798 പബ്ലിഷ് ചെയ്തപ്പോൾ തൊട്ടാണ്. ഓക്കെ, അപ്പോൾ 1798 വരെയാണ് നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് നമ്മൾ പറയുന്നത്. നിയോ ക്ലാസിക്കൽ എന്ന് വെച്ചാൽ ന്യൂ ക്ലാസിക്കൽ എന്നാണ്. അതായത് പഴയ ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചർ ആണെങ്കിലും ആർട്ടാണെങ്കിലും കൾച്ചറിനെ ആണെങ്കിലും റിവൈവ് ചെയ്ത് പുതിയ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അതാണ് നിയോ ക്ലാസിക്കൽ എന്ന് പറയുന്നത്, ന്യൂ ക്ലാസിക്കൽ. പിന്നെ ഈ പീരീഡിനെ നമുക്ക് 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റെസ്റ്റോറേഷൻ ഏജ് ഉണ്ട്, അഗസ്റ്റൻ ഏജ് ഉണ്ട്, ഏജ് ഓഫ് ജോൺസൺ ഉണ്ട്. റെസ്റ്റോറേഷൻ ഏജ് എന്ന് പറയുന്നത് ചാൾസ് ടൂവിനെ റീസ്റ്റോർ ചെയ്ത് 1660 മൊണാർക്കായിട്ട് മാറ്റി. 1660 to 1700 വരെയാണ് റെസ്റ്റോറേഷൻ ഏജ്, അതായത് ഡ്രൈഡൻ്റെ കാലം. ഡ്രൈഡനാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈറ്റർ. അഗസ്റ്റൻ ഏജ് എന്ന് വെച്ചാൽ 1700 to 1745. പോപ്പും സ്വിഫ്റ്റും ആയിരുന്നു മേജർ റൈറ്റേഴ്സ്. ഏജ് ഓഫ് ജോൺസൺ എന്ന് വെച്ചാൽ സാമുവൽ ജോൺസൻ്റെ ഒക്കെ പീരീഡ് 1745 to 1798. ഇനി ഈ ഒരു ഏജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റീസൺ, ലോജിക്ക്, ഓർഡർ ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലാതെ ഇമോഷനും ഇമാജിനേഷനും അല്ല. നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ലിറ്ററേച്ചറിനെ ഒരു മോറൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അതായത് ഏത് കഥയും എഴുതിയാലും കവിത എഴുതിയാലും എന്ത് കാര്യം എഴുതിയാലും ഇറ്റ് ഷുഡ് എൻഡ് വിത്ത് എ മോറൽ നോട്ട്, ഒരു ഡൈഡാക്റ്റിക് പേർപ്പസ്, ഉപദേശം, ഒരു അഡ്വൈസ് മോഡ് പോലെയാണ് എഴുതിയിരുന്നത്. എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അല്ല ലിറ്ററേച്ചർ ഉള്ളത്, ടീച്ച് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് നിയോ ക്ലാസിക്കലിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. റൈറ്റേഴ്സ് എന്ത് ചെയ്തു? ക്ലാസിക്കൽ ഓതേഴ്സിനെയാണ് ഇമിറ്റേറ്റ് ചെയ്ത് എഴുതിയത് അവരുടെ സ്റ്റൈലിൽ. ഹോമറിനെയും വിർജിലിനെയും ഹൊറസിനെയും ഒബിഡിനെയും അവരുടെ സ്റ്റൈലും ഫോമും തീമും വളരെ ഭയങ്കര ക്ലാരിറ്റിയോടുകൂടിയും ബാലൻസോടുകൂടിയും ഡെക്കോറത്തോടു കൂടിയാണ് ഇവർ എഴുതിയിരുന്നത്. ലിറ്ററേച്ചർ മിക്കവാറും അർബൻ ലൈഫ്, മാനേഴ്സ്, പൊളിറ്റിക്സ്, സറ്റയർ, എസ്പെഷ്യലി ലണ്ടൻ സൊസൈറ്റിയെക്കുറിച്ചൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സറ്റയർ ആയിരുന്നു മേജർ ലിറ്റററി ടൂൾ എന്ന് പറയുന്നത്. ഈ ആളുകളുടെ കറപ്ഷൻ, കള്ളത്തരങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ റോങ് ഡൂയിങ്സ് ഇതിനെക്കുറിച്ചൊക്കെ കളിയാക്കാൻ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതാൻ വേണ്ടി സറ്റയർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്ന അലക്സാണ്ടർ പോപ്പിൻ്റെ ദ റേപ്പ് ഓഫ് ദ ലോക്ക്, അതുപോലെ തന്നെ ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ ഗള്ളിവേഴ്സ് ട്രാവൽസ്. പിന്നെ ഹീറോയിക് കപ്ലറ്റ് ആയിരുന്നു ഇതിനകത്ത് ഡോമിനൻ്റ് ആയിട്ടുള്ള പൊയറ്റിക് ഫോം എന്ന് പറയുന്നത്. ഹീറോയിക് കപ്ലറ്റ് എന്ന് വെച്ചാൽ എന്താണ്? റൈംഡ് പെയർ ഓഫ് അയാമ്പിക് പെൻറ്റമീറ്റർ ലൈൻസ്. അത് കൂടുതൽ യൂസ് ചെയ്ത ഡ്രൈഡനും അലക്സാണ്ടർ പോപ്പുമായിരുന്നു. പിന്നെ ലിറ്ററേച്ചറിന് ഫിക്സഡ് റൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എക്സസീവായിട്ട് ക്രിയേറ്റിവിറ്റി ഒന്നും അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. പിന്നെ ഓതേഴ്സ് ശരിക്കും പറഞ്ഞാൽ പേട്രൺസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം പിന്നെന്താണ്, ഈ ഓരോ ബുക്കുകളൊക്കെ പബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിൻറ്റിങ് പ്രസ്സൊക്കെ വന്നു. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് മാറാൻ തുടങ്ങി ബുക്കിൻ്റെ പ്രിൻറ്റിങ്ങും ഒക്കെ പബ്ലിക്കേഷനും ഒക്കെ. ഇനി നിയോ ക്ലാസിക്കൽ ഏജിൽ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പ്രോസ് പിന്നെ കൂടി എസ്സേസ്, ലെറ്റേഴ്സ്, ജേർണലിസം ഒക്കെ നല്ല രീതിയിൽ ഫ്ലറിഷ്ഡായി അഡിസൻ്റെയും സ്റ്റീലിൻ്റെയും കീഴിൽ. ഇനി പോയട്രിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിയോ ക്ലാസിക്കൽ പോയട്രി പേഴ്സണൽ ഇമോഷൻസ് അല്ലെങ്കിൽ കൺഫെഷൻസ് ഒന്നും എടുക്കത്തില്ല. പോയറ്റ് ഒരു പബ്ലിക് മോറലിസ്റ്റാണ്, അല്ലാതെ അയാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അഫെയർസും കാര്യങ്ങളും ഒന്നും അയാൾ അത് എഴുതാൻ സമ്മതിക്കത്തില്ല. നിയോ ക്ലാസിക്കൽ പോയട്രിക്ക് വളരെ എലഗൻ്റ് ആയിട്ട് റിഫൈൻഡ് ആയിട്ടുമാണ് ലാംഗ്വേജ് എഴുതുന്നത്. വളരെ കൺട്രോളിങ് ആയിരിക്കും ലാംഗ്വേജ് ഒക്കെ. നേച്ചർ എന്ന് വെച്ചാൽ നിയോ ക്ലാസിക്കൽ പോയട്രിയിൽ എന്താ പറയുക, വിൽഡേർനെസ് മാത്രമല്ല, പക്ഷേ ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ നേച്ചർ അല്ലെങ്കിൽ ഒരു മോറൽ ഓർഡർ പോലെയാണ് നേച്ചറിനെ ഇവർ കൺസിഡർ ചെയ്തത്. പോയറ്റ്സ് കൂടുതൽ ഫോക്കസ് ചെയ്തത് യൂണിവേഴ്സൽ ഹ്യൂമൻ ബിഹേവിയറിനും സോഷ്യൽ നോംസിനും ഒക്കെ ആയിരുന്നു. പിന്നെ സറ്റയറിക്കൽ അറ്റാക്ക്, പോയത്തിൻ്റെ രൂപത്തിലും സറ്റയേഴ്സ് ഉണ്ടായിരുന്നു. ആളുകളുടെ ഹിപ്പോക്രസിയെക്കുറിച്ചും ഉപദേശങ്ങളും മൊറാലിറ്റിയെക്കുറിച്ചും ഗുഡ് കോണ്ടക്റ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു പോയിരുന്നു. അതുപോലെ തന്നെ ഗ്രീക്ക് ആൻഡ് റോമൻ മിത്തോളജിയിലെ ഹിസ്റ്ററിയിലെ ഉള്ള ക്ലാസിക്കൽ അല്യൂഷൻസും ആ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇവർ കൊണ്ടുവന്നിരുന്നു. പിന്നെ പക്ഷേ ലാംഗ്വേജ് ഭയങ്കര കൺട്രോളിങ് ആയതുകൊണ്ട് ഭയങ്കര ആർട്ടിഫിഷ്യലായിരുന്നു. ഫോർമലായിട്ടും വളരെ ആർട്ടിഫിഷ്യലായിട്ടുമായിരുന്നു എഴുതുന്നത്. നാച്ചുറലായിട്ടുള്ള രീതിയിലേ അല്ലായിരുന്നു. അതാണ് നിയോ ക്ലാസിക്കലും റൊമാൻറ്റിക് പോയട്രിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരുവിധവും കാര്യങ്ങളും പോയട്രിയിൽ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. ഇമാജിനേഷനും സബ്ജക്റ്റിവിറ്റിയൊന്നും ഒട്ടും പാടില്ല. പ്രോമിനൻറ്റ് പോയറ്റ്സ് ഡ്രൈഡനുണ്ട്, പോപ്പുണ്ട്, സാമുവൽ ജോൺസൺ ഉണ്ട്.
മോക്ക് എപ്പിക് പോയട്രിയാണ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഈ ചെറിയ ചെറിയ വളരെ സില്ലി ആയിട്ടുള്ള സബ്ജക്റ്റിനെ എടുത്ത് ഊതിപ്പെരിപ്പിച്ച് വലിയ ഗ്രാൻഡായിട്ട് എപ്പിക്കായിട്ട് പബ്ലിഷ് ചെയ്യും അല്ലെങ്കിൽ എഴുതും. എക്സാമ്പിളാണ് അലക്സാണ്ടർ പോപ്പിൻ്റെ ദ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്നത്. ദ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ലോക്ക് എന്ന് വെച്ചാൽ മുടിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലോക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോക്ക് ഓഫ് ഹെയർ. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ മുടി ഒരാൾ കത്രിക വെച്ച് വെട്ടി മുറിക്കുന്നു. അപ്പോൾ അത് ആ മുറിച്ചതെന്ന് വെച്ചാൽ അപ്പോൾ പെൺകുട്ടിയുടെ മുടി മുറിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ ആ മുടി മുറിച്ചതിനെ ചൊല്ലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെ ഇച്ചിരി അതായത് ഒരു ചെറിയൊരു തീമാണ്. മുടി മുറിച്ചതിനെ അയാൾ ഒരു എപ്പിക്കാക്കി ആരെഴുതിയേക്കുവാണ്, നമ്മുടെ അലക്സാണ്ടർ പോപ്പ് എഴുതിയിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്, സില്ലി ആയിട്ടുള്ള സബ്ജക്റ്റിനെ ഭയങ്കര ഊതിപ്പെരിപ്പിച്ച് എപ്പിക്കിനെ കളിയാക്കുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതാണ് മോക്ക് എപ്പിക് എന്ന് പറയുന്നത്. എപ്പിക്കിനെ കളിയാക്കിക്കൊണ്ട് എഴുതുന്നതാണ് മോക്ക് എപ്പിക്ക്. പിന്നെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ബീയിങ്സ് എന്ന് വെച്ചാൽ എന്താ, മോറലി കറക്റ്റ് ആയിരിക്കണം എപ്പോഴും എന്നെങ്ങനെയുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ എന്താണ്, നിയോ ക്ലാസിസം ഡിക്ലൈൻഡ് ആകുമ്പോൾ പിന്നെ ആരാ വരുന്നത്, റൊമാൻറ്റിസിസമാണ് വരുന്നത്. റൊമാൻറ്റിസിസം വന്നപ്പോൾ ആർക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഇമോഷനും ഇൻഡിവിജ്വാലിറ്റിക്കും നേച്ചറിനുമാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്.